റിമൂവിങ് ഡ്യൂപ്ലിക്കേറ്റ്സ് ആണ്. എങ്ങനെയാണ് നിങ്ങളോട് ചോദിക്കുകയാണിപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് റിമൂവ് ചെയ്യുന്നതെന്ന്. പല മെത്തേഡ്സ് ഉണ്ട്. അതിൽ ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ടുള്ള മെത്തേഡ് എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഡാറ്റ ടാബിൻ്റെ അണ്ടറിലേക്ക് വരിക. ഓക്കെ, ഡാറ്റ ടാബിൽ ഇപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം 8 നമ്പേഴ്സ് ഞാനിവിടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 8 നമ്പേഴ്സിൽ 356 എന്ന് പറയുന്ന റിപ്പീറ്റഡ് ആണ്. അതുപോലെ തന്നെ 678ഉം 2 പ്രാവശ്യം വന്നിട്ടുണ്ട് അല്ലേ. അപ്പോൾ എങ്ങനെയാണ് ഇതിനെ റിമൂവ് ചെയ്യുന്നത്? ഡാറ്റ ടാബിൽ വരിക, അതെടുക്കുക. അതിൽ നിങ്ങൾക്ക് ഇവിടെ കാണാം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഓപ്ഷൻ. ഓക്കെ, ഫസ്റ്റ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഡാറ്റ റേഞ്ച് ഒന്ന് സെലക്ട് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം റിമൂവ് ഡ്യൂപ്ലിക്കേറ്റ്സ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ കോളം നെയിം, അതായത് എഫ് എന്ന് പറയുന്നതല്ലേ കോളം, ഏത് കോളത്തിലാണെന്നാണ് അതിവിടെ ഉണ്ടാവും. അപ്പോൾ ടിക്ക് ചെയ്ത് കൊടുക്കുക. എത്ര കോളംസ് ഉണ്ടോ അതൊക്കെ ഇവിടെ വരും. അതിൽ ഏതാണ് കോളം വേണ്ടത് ടിക്ക് ചെയ്ത് കൊടുക്കുക. ദെൻ ഓക്കെ അടിക്കുക. ദെൻ ഇവിടെ നമ്മളോട് പറയും 2 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് ഫൗണ്ട് ആൻഡ് റിമൂവ്ഡ്, 6 യുണീക്ക് വാല്യൂസ് റിമെയിൻ. എന്താണ്, 2 ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് നമ്മൾ ഓൾറെഡി പറഞ്ഞാണല്ലോ. ടോട്ടൽ 8 എണ്ണം ഉണ്ടായിരുന്നു, അപ്പോൾ ഇപ്പോൾ 6 എണ്ണമായി. ഓക്കെ അടിക്കുക. ഓക്കെ, നമ്മുടെ ഡ്യൂപ്ലിക്കേറ്റ് വാല്യൂസ് എല്ലാം റിമൂവ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എപ്പോഴെങ്കിലും ലാർജ് ക്വാണ്ടിറ്റീസ് ഓഫ് ഡാറ്റ ഉണ്ടെങ്കിൽ ആ ടൈമിൽ റിപ്പീറ്റഡ് ആയിട്ട് ഇങ്ങനെ ഉണ്ടെങ്കിൽ നമുക്ക് ആ സമയത്ത് ഇത് യൂസ് ചെയ്യാം. ഓക്കെ.